Good afternoon. Good afternoon, teacher. Okay, exam ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്നുള്ളോ? എളുപ്പമായിരുന്നില്ലേ? ജാസ്മിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 55. 55 അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നല്ല മാർക്കാണല്ലോ. ജിനു ജിനുവിന് എത്ര ഉണ്ടായിരുന്നു? 36. ഓക്കെ, കുഴപ്പമില്ല. തുഷാര 55. 55. ഓക്കെ, സെയിം ആയിരുന്നു രണ്ടുപേർക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമില്ലായിരുന്നല്ലോ? ഇല്ലായിരുന്നോ? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല ടീച്ചർ. ഇല്ലായിരുന്നു. ക്ലിയർ ആയിട്ടില്ലേ? പുറത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ക്വസ്റ്റ്യൻസ്. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയല്ലായിരുന്നോ? ഓക്കെ, എക്സാമിന്റെ പേടി മാറിയോ? മാറി ടീച്ചർ. മാറി അല്ലേ? അതിനെന്തായിരുന്നു പേടിയുടെ എക്സാമില് അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം സംഭവം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം വന്നിട്ട് പിന്നെ മോഡൽ വന്നിട്ട് പിന്നെയല്ല ഫൈനൽ വരുമ്പോൾ അപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എക്സാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനിയിപ്പോ എക്സാമിനെ കുറിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുകയാണ്. മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 41 ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ഇതിന്റെ PDF കിട്ടിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ഇവിടെ ഇപ്പൊ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മതി. സിമ്പിൾ ചാപ്റ്റർ ആണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ചാപ്റ്റർ പേജസിന്റെ കുറവുള്ളത്. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പേജസ് കൂടുതലാണ്. പേജസ് ഇതിന് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ആദ്യം തന്നെ ഇപ്പൊ വലിയ ചാപ്റ്റർ ആവുമ്പോൾ നിങ്ങൾ പറയൂലേ മൊഡ്യൂൾ 3 പാടാണെന്ന്. അതുകൊണ്ട് സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ എന്തൊക്കെ സേഫ്റ്റി ആണ് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത്? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ. ഹോസ്പിറ്റലിലുള്ള സുരക്ഷയും സുരക്ഷിതത്വവും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം സേഫ്റ്റി. ഡിഫൈൻ സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇഞ്ചുറിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷത്തിൽ നിന്നൊക്കെ ഒരു അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആവണേനെയാണ് നമ്മൾ സേഫ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സേഫ്റ്റി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു അപകടം ഒന്നും പറ്റാതെ ജസ്റ്റ് നമ്മൾ അതിൽ നിന്ന് മിസ്സാകുമ്പോൾ നമ്മൾ ഭാഗ്യം സേഫ് ആയി എന്ന് പറയും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആവണേനെയാണ് ഇഞ്ചുറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള റിസ്കുകളിൽ നിന്നോ എന്തെങ്കിലും ഹാമിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആവുന്നതിനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ, സേഫ് ആയി എന്നുള്ളത് സേഫ്റ്റി. Safety means to be free from injury, risk or harm. Management of any hospital has a two-fold responsibility concerning safety. Okay, ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് two-fold ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. ഇതുമായിട്ടാണ് കൺസേണിങ് സേഫ്റ്റി. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഒരു ഇരട്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണോട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇരട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ടു-ഫോൾഡ് റെസ്പോൺസിബിലിറ്റി. അത് എങ്ങനെയാന്ന് നോക്കിയേ, അവിടെ A ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഫസ്റ്റ് വരുന്ന എന്താ? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് എ സേഫ് കണ്ടീഷൻ. നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസ് അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ സേഫ് ആയി വെക്കുക ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻസ്.
ഒരു സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസും അതിന്റെ ചുറ്റുപാടും ഒക്കെ സേഫ് ആയി വെക്കുക. നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ് അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ വലിയ അപകടങ്ങളും കാര്യങ്ങളും ഒന്നും പറ്റാത്ത രീതിയിൽ ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ സേഫ് ആക്കി വെക്കുക. സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വെക്കുക. നമുക്ക് വലിയ റിസ്കുകൾ അപകടങ്ങൾ പറ്റാത്ത രീതിയിൽ സേഫ് ആക്കുക. അതാണ് ഒന്നാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഒരു സേഫ് കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് വർക്ക് പ്ലേസും സറൗണ്ടിങ്സും ഒക്കെ ക്ലീൻ ആക്കി വെക്കുക. Next, to establish, communicate to all concerned and enforce safety rules. രണ്ടാമത്തെ എന്താ പറയുന്നത്? To establish ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക. Communicate to all concerned and enforce safety rules. എന്താണ്? സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. അതിന്റെ സൗണ്ട് എന്തെങ്കിലും വരുന്നുണ്ടോ പിള്ളേരെ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. നമ്മളിപ്പോ ഇരിക്കുന്നത് ഒരു പഴയ പ്ലേസിലല്ല. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ പറഞ്ഞേ? ടു എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ് ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. അപ്പൊ സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ to establish, communicate to all concerned and enforce safety rules. ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ A, B എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചത്. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? നമ്മുടെ വർക്ക് പ്ലേസും സറൗണ്ടിങ്ങും സേഫ് ആക്കി വെക്കുക. ഒരു നല്ലൊരു സേഫ് കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ വർക്ക് പ്ലേസും സറൗണ്ടിങ്ങും ക്ലീൻ ആക്കി വെക്കുക. ഓക്കെ, സേഫ് ആക്കി വെക്കുക. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ടു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വെച്ചാൽ സ്ഥാപിക്കുക. കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ് ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുമായിട്ടും ഒരു ആശയവിനിമയം സ്ഥാപിക്കുക. ഇത് നോക്കിയേ, സേഫ്റ്റി അവയർനെസ് എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. നോക്കിയേ, നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യാണ്, ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസ്കുകളെ കുറിച്ച് എന്തൊക്കെ അപകടങ്ങൾ അവിടെ ഉണ്ടാകാം അതിനെക്കുറിച്ച് എനിക്കൊരു നോളജ് വേണം. എങ്കിലാണ് ഞാൻ അത് അങ്ങനെ വരാതിരിക്കാൻ ഞാൻ അതിനൊരു സെക്യൂർ ചെയ്യുള്ളൂ അല്ലെ. അതിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ അത് ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അപകടങ്ങളെ കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമാണ്. അത് സേഫ്റ്റി അവയർനെസ്സിൽ വരുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു എന്താ പറയാ, എവിടെയാ ഇപ്പൊ നമ്മൾ വർക്ക്ഷോപ്പില് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെ അയാൾക്ക് അറിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ എടുക്കേണ്ടത് ചെയ്യേണ്ടത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ അപകടങ്ങൾ, ഇപ്പൊ വെൽഡിങ് സെറ്റ് അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അപ്പൊ അതിൽ നിന്ന് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലഗും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ജോലി വർക്ക് പ്ലേസ് അദ്ദേഹത്തിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം അതിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം. എങ്കിലാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അയാൾക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ
നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പൊ ബ്ലഡ് ബാങ്കില് അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതുമായിട്ട് അവർ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ പഠിച്ചില്ലേ? സിലിണ്ടർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോളജ്, അവിടെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു നോളജ് അവർക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ലാബ്, നേഴ്സിംഗ് ക്ലോസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ബ്രോഡ് സേഫ്റ്റി റൂൾസ്. ഇവിടെ നോക്കിയേ, ലാബുകള്, നേഴ്സിംഗ് ക്ലോസുകള്, പിന്നെ ലോണ്ടറി. ലോണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ചാപ്റ്റർ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഉണ്ടായിരുന്നില്ലേ? അലക്കുന്നത്, ക്ലീനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആൻഡ് കിച്ചൺ, ഡയറ്ററി സർവീസ്, ഡയറ്ററി ആൻഡ് ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേക നിർദ്ദേശങ്ങളും പിന്നെ അതുപോലെ തന്നെ നല്ല റോഡ് സേഫ്റ്റി റൂൾസ്, പ്രത്യേക സുരക്ഷാ നിയമങ്ങളും ഒക്കെ ആവശ്യമാണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടെ എന്തൊക്കെ റിസ്കുകളാ സംഭവിക്കുക, അവിടെ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിലും അത് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശങ്ങളും വിശാലമായിട്ടുള്ള സുരക്ഷാ നിയമങ്ങളും അവിടെ ആവശ്യമാണ്. എംപ്ലോയീസ് ഷുഡ് ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. നെക്സ്റ്റ് നോക്കിയേ, അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യണം? ഷുഡ് ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ്. സേഫ് ആയിട്ടുള്ള ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യണം. സേഫ് ആയിട്ടുള്ള ബിഹേവിയർ, വേറെ അപകടങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള പെരുമാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിനോടൊരു മനോഭാവം, എന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സേഫ് ബിഹേവിയർ ഒക്കെ ഡെവലപ്പ് ചെയ്യണം. The positive factors for most accidents are more human than the environment. അവിടെ പ്രത്യേകത എന്താ? മിക്ക ആക്സിഡന്റും കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? എൻവയോൺമെന്റിനേക്കാളും ആരാണ്? മനുഷ്യരാണ് കാരണമാക്കുന്നത്. The positive factor of most accidents, മിക്ക ആക്സിഡൻസിന്റെയും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എൻവയോൺമെന്റിനേക്കാളും ഹ്യൂമൻ ആണ്. മനുഷ്യന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആക്സിഡൻസ് ഒക്കെ പറ്റുന്നത്. അത് എൻവയോൺമെന്റിനേക്കാളും അവിടെ ആർക്കാണ്? ഹ്യൂമൻ ആണ് ഈ മിക്ക ആക്സിഡൻസിന് കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ്. ജനറൽ സേഫ്റ്റി റൂൾസ്, ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസുകൾ എന്തൊക്കെയാണ്? ജനറൽ സേഫ്റ്റി ആണ്. അതിൽ ഓരോന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തേത് വരുന്നത് ജനറൽ ആയിട്ട് എന്തൊക്കെ സേഫ്റ്റി റൂൾസ് ആണ്, സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കേണ്ട റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിന് മുന്നേ ജസ്റ്റ് ആ 2 പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി. സേഫ്റ്റി എന്താണെന്നും പിന്നെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റി A, B എന്ന് പറഞ്ഞ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അടുത്ത് സേഫ്റ്റി അവയർനെസ്. ഇപ്പോ എല്ലാവർക്കും വെച്ചാൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കുമായിട്ട് എന്താണോ നമ്മുടെ വർക്ക്, ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ എന്തൊക്കെ റിസ്കുകളാണ് അവിടെ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം. നമുക്ക് കുറെ റിസ്കുകൾ, അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസ് നല്ലൊരു സേഫ് ആറ്റിറ്റ്യൂഡ്, സേഫ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നേഴ്സിംഗ് ഫ്ലോർ, ലോണ്ടറി, കിച്ചൺ, ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, അവിടെ ഡിമാൻഡ് ചെയ്തേക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങളും സേഫ്റ്റി റൂൾസും ഒക്കെ നമ്മൾ അതൊക്കെ ആവശ്യമാണ്. ഫിനിഷായി പറയണേ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഇനി നമ്മള് ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറയാം. ജനറൽ സേഫ്റ്റി റൂൾസ്, പേഴ്സണൽ ജനറൽ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, റൈറ്റ് വേ ടു ഡു എ ജോബ്
ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. സുരക്ഷിതമായിട്ടുള്ള സേഫ് വേയിലൂടെ സുരക്ഷിതമായിട്ടുള്ള മാർഗത്തില് ഹോസ്പിറ്റലില് ശരിയായ രീതിയിൽ ജോലി ചെയ്യുക. റൈറ്റ് വേ ടു ഡു എ ജോബ്. ഒരു ജോബ് നമ്മളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇതാണെങ്കിൽ അതെങ്ങനെ സേഫ് ആയിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ ശരിയായ രീതിയിലൂടെ റൈറ്റ് വേയിലൂടെ ശരിയായ രീതിയിലൂടെ ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യുക. നമ്മൾ അതിന് എന്താ പറയാ എളുപ്പവഴി കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് റൈറ്റ് വേയിലൂടെ തന്നെ നമ്മൾ ജോലി ചെയ്യുക. അപ്പൊ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതിനകത്ത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണ്ടേ അതനുസരിച്ച് തന്നെ അതവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് കുറെ അപകടങ്ങൾ ഒഴിവാക്കാം. നമ്മൾ പറഞ്ഞത് സുരക്ഷിതമായിട്ടുള്ള മാർഗത്തിലൂടെ ശരിയായ വഴിയിലൂടെ തന്നെ ജോലി ചെയ്യുക. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? നെക്സ്റ്റ് നോക്കിയേ, നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊക്കെ ജനറൽ സേഫ്റ്റിയിൽ വരുന്ന കേട്ടോ. നമ്മുടെ ജോലി എന്താണെന്നുള്ള കാര്യം അബ്സല്യൂട്ട്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജോലി എന്താണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ജോലി, അതെന്താണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ നമുക്ക് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പല അപകടങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജോലി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു ഗസ് വർക്കിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മുടെ ജോലി കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, തേർഡ് പോയിന്റ്, വെനെവർ ദെയർ ഈസ് ഡൗട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഡു നോട്ട് ഇൻഡൾജ് ഇൻ ഗസ് വർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല അല്ലെ. നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടത് എന്ന് ഊഹിച്ച് ചെയ്യാൻ പാടില്ല. ആസ്ക് ദ സൂപ്പർവൈസർ. നമ്മുടെ സൂപ്പർവൈസറിനോട് ചോദിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെ, നമ്മൾ ഗസ് വർക്ക് ഒക്കെ ചെയ്ത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് പല അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഗസ് വർക്കുകൾ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സൂപ്പർവൈസറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. തേർഡ് പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ, എനി ഡൗട്ട്? എനിബഡി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഓതറൈസേഷൻ. നോക്കിയേ, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അത് ഒരു വിഷയം അവിടെ കണ്ടു, എനിക്കത് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അത് വേഗം ഹാൻഡിൽ ചെയ്യാൻ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. മിഷനറി ടൂൾസ് എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഓതറൈസേഷൻ, അനുമതി ഇല്ലാതെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി കിട്ടാതെ നമ്മൾ മിഷനറി സാധനങ്ങളൊന്നും ഓപ്പറേറ്റ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ പാടില്ല. നമുക്കത് പല അപകടങ്ങളും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അനുമതി കൂടാതെ മിഷനറി ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സുകളൊന്നും നമ്മൾ അത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഓപ്പറേറ്റ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ പാടില്ല. നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത് പോയിന്റ്, ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിജിലന്റ് ആയിട്ടിരിക്കുക, നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക. ആൻഡ് ഒബ്സർവ് ഈഗർലി, നമ്മൾ ആകാംക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു അപകടവും അങ്ങനെ വരുന്നില്ല അല്ലെ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും കറക്റ്റ് ശ്രദ്ധിച്ച് നല്ലോണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം എന്താ പറയാ അപകടങ്ങളൊന്നും വരാതെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കുക, ഒബ്സർവ് ചെയ്യുക, ആകാംക്ഷയോട് കൂടി ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്. ഇനി എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുക. ഉടനടി അത് റിപ്പോർട്ട് ചെയ്യുക. തെറ്റായിട്ടുള്ളതാണ്, ശരിക്കും വർക്ക് ചെയ്യുന്നില്ല,
നമ്മൾ സാധ്യത പിന്നെ ശരിയാക്കാന്നുള്ള രീതിയിൽ അങ്ങനെ അതിൽ വർക്ക് ചെയ്യരുത്. അപ്പൊ അതിനേക്കാൾ വലിയ അപകടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്തെങ്കിലും എന്താണ് എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ ഉടനടി തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നന്നാക്കി നമുക്ക് വീണ്ടും ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പൊ റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്, തെറ്റായ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുക. അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ്. അത് നോക്കിയേ, സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ, അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ്, തെറ്റായിട്ടുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓർ ബ്രോക്കൺ പൊട്ടിപ്പോയ എക്യുപ്മെന്റ്സ്, കംപ്ലൈന്റ്സ് ഉള്ളത്, അൺസേഫ് കണ്ടീഷനിൽ സേഫ് അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല. അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട്സ് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ്. പൊട്ടിയതൊന്നും നമ്മള് എക്യുപ്മെന്റ്സ് സാധനങ്ങളൊന്നും നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കരുത്. നമ്മുടെ കയ്യിലൊക്കെ എന്താ പൊട്ടിപ്പോയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതങ്ങനെയുള്ളത് ഉപയോഗിക്കരുത്. നെക്സ്റ്റ്, ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നോക്കിയേ, നമ്മള് ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി ഇമോഷണലി നമ്മുടെ വർക്കിൽ ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നമ്മൾക്കൊരു നല്ലൊരു ആരോഗ്യം വേണം അല്ലെ? നല്ലൊരു ഗുഡ് ഹെൽത്ത് വേണം. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കലിയും അതുപോലെ തന്നെ ഇമോഷണലിയും നമ്മൾ ഫിറ്റ് ആണ്. നമുക്കിപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ ഇമോഷണലി വളരെ ഡള്ളാണ്, അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫിസിക്കലി നമുക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, നമുക്ക് ഫിസിക്കലി നമ്മൾ ഡള്ളാണെങ്കിൽ നമുക്ക് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഫ് യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്, നല്ല ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ, നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിലൂടെ നമ്മൾ ആ ഇതില് നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. പിന്നെ അടുത്തൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, റീഫ്രെയിൻ, നമ്മൾ വിട്ട് നിൽക്കണം ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ഒക്കെ നമ്മള് ചില ആൾക്കാർക്ക് കഴിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഡ്രിങ്ക്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് അതൊന്നും ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പാകത്തിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, പല അപകടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് നമ്മൾ വിട്ട് നിൽക്കുക, ഒഴിവായി നിൽക്കുക, അത് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? എന്താ കൈയൊക്കെ കഴുകുക. നമ്മൾ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു ക്ലാസ്സിൽ ചെയ്തതല്ലേ? അല്ലേ? ക്ലാസ്സിൽ നമ്മൾ ചെയ്തതല്ലേ? കേൾക്കാൻ പറ്റണല്ലേ നിങ്ങക്ക്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈകളൊക്കെ വാഷ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് നല്ലൊരു ഹെൽത്തി നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. പേഴ്സണൽ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. നെക്സ്റ്റ് നോക്കിയാൽ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with the infection instantly and stay at home. റിപ്പോർട്ട് ദ ഡോക്ടർ. ഡോക്ടറുടെ നമ്മൾ ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യണം. whenever you are ill. നമുക്ക് എന്തെങ്കിലും ഡിസീസ് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ ഡോക്ടറെ അത് റിപ്പോർട്ട് ചെയ്യണം. വിത്ത് ദ ഇൻഫെക്ഷൻ ആൻഡ് ഇൻസ്റ്റന്റ്ലി ആൻഡ് സ്റ്റേ അറ്റ് ഹോം. നമ്മൾ എന്ത് ചെയ്യുക? ആ അസുഖമാകുന്ന കാര്യം നമുക്ക് റെസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മളെന്താ, നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ ഉടനടി ഡോക്ടറെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇൻഫെക്ഷൻ ഇൻസ്റ്റന്റ്ലി ആൻഡ് സ്റ്റേ. നമുക്ക് ഇൻഫെക്ഷൻ നമുക്കത്
ഹോസ്പിറ്റലാണ് എങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ മാറിയതിനു ശേഷം ജോലിയിലേക്ക് കയറുകയാണ്. അപ്പൊ നമുക്ക് വയ്യാതെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ശരിക്കും എന്താ പറയാ, അപ്പൊ നമുക്ക് അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനടി ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യുക, റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് വീട്ടിലിരുന്ന് സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് തന്നെ മാറിയതിനു ശേഷം ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കുക. നെക്സ്റ്റ് വരുന്നതാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാൻ സമയം തരാം. അത് ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ജനറൽ സേഫ്റ്റി റൂൾസ്, അല്ലെങ്കിൽ ജിനു ഫസ്റ്റ് 3 പോയിന്റ്സ് ഒന്ന് വായിച്ചേ. Right way to do a job in a hospital is safe everywhere. സുരക്ഷിതമായ രംഗത്തിൽ ശരിയായ രീതിയിൽ ജോബ് ചെയ്യണം. Know your job absolutely. നമ്മുടെ ജോബ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, Whenever there is doubt, do in the ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ask the supervisor. നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസറും സൂപ്പർവൈസറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് തുഷാര, നെക്സ്റ്റ് അടുത്ത 4 പോയിന്റ് വായിച്ചു. Never handle or operate machinery, tools, equipment without authorization. Authorization ഇല്ലാണ്ട് മെഷീനറീസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ പാടില്ല. Be vigilant and observe eagerly. എപ്പോഴും അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വിജിലന്റ് ആയിരിക്കുക, അത് ഒബ്സർവ് ചെയ്യാനും. കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുക. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. എന്തെങ്കിലും ഫോൾട്ടി എക്യുപ്മെന്റ്സിനെ കണ്ടാൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫോൾട്ടായ എക്യുപ്മെന്റ്സ് അങ്ങനെ വെച്ചോണ്ടിരിക്കരുത് നമ്മൾ. അപ്പൊ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നെക്സ്റ്റ് ജാസ്മിൻ, ഒരു പോയിന്റ് കൂടി വായിച്ചു. ജാസ്മിന് വായിച്ചാൽ അൺസേഫ് കണ്ടീഷൻസ് ഓക്കെ, അതുകൂടി തുഷാര വായിച്ചോ. എന്നിട്ട് നെക്സ്റ്റ് 4 ജാസ്മിനെ കൊണ്ട് വായിപ്പിക്കാം. കണ്ടീഷൻസ് ഓർ ആക്ട്സ് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്. അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസിലോ ഡിഫക്റ്റീവ് ബ്രോക്കൺ എക്യുപ്മെന്റിലൊന്നും വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജാസ്മിൻ. To be physically and emotionally fit for your work by maintaining good health and proper diet. Proper dietഉം മെയിൻറ്റെയിൻ ചെയ്യുക, ഗുഡ് ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുക വർക്കിനായിട്ട്. ഇമോഷണലി ഫിറ്റ് ആയിരിക്കുക. റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്നൊക്കെ അതിനെ റിസ്ട്രെയിൻ ചെയ്യുക, അതിനെ മാറ്റി വെക്കുക. Personal hygienic is important. Wash your hands frequently. ഹൈജീൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിരിക്കുക, നമ്മളെ ഹാൻഡ്സ് ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യുക. Report to the doctor whenever you are ill with infection instantly and stay at home. എന്തെങ്കിലും അസുഖവും കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറിനെ റിപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുക. മാറിയതിനു ശേഷം ജോലിയിലേക്ക് കയറും. ഓക്കെ, അപ്പൊ ഞാനിത് വായിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ വായിക്കാത്ത പോയിന്റ്സ് കൂടി നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് നോക്കാനോടൊരു അവസരമായിട്ട് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടാത്തുണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. Cooperate with the hospital infection control committee by observing procedures already established. Cooperate ചെയ്യുക, സഹകരിച്ചു പോകുക. The hospital infection control committee, hospital infection control committee ആയിട്ട് cooperate ചെയ്യുക, ഇവരുടെ സഹകരിച്ചു പോകുക. By observing procedures already established. നേരത്തെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ആ പ്രൊസീജിയർ ഒക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആയിട്ട് സഹകരിച്ചു പോകുക. അപ്പൊ അതിനകത്ത് തന്നെ നമുക്കറിയാലോ കുറെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നമ്മൾ പഠിച്ചില്ലേ HAIല്.
നോസോകോമിയൽ ഇൻഫെക്ഷനിലോ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതിലെ മെമ്പേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതുമായിട്ട് ആ ഒരു കമ്മിറ്റിയായിട്ട് സഹകരിച്ചു പോവുക. അപ്പൊ അതുപോലെ തന്നെ ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൊസീജിയേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഈ ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. നെക്സ്റ്റ് ഒരു കാര്യമാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബ് എന്താണോ അതിന് യൂണിഫോം ഉള്ളതാണെങ്കിൽ യൂണിഫോം ഇട്ട് അല്ലെ. അപ്പൊ ആ യൂണിഫോം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം നമ്മൾ ധരിക്കുക. ക്ലോത്തിങ് ഓഫ് യുവർ ജോബ്, യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. ഓരോ ജോലിക്കും അതിൻ്റെതായ യൂണിഫോംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള യൂണിഫോംസ് ഒക്കെ ധരിക്കുക. Neither too tight nor too loose. ഇനി നോക്കി എങ്ങനെയാ, ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള തരത്തിലുള്ള യൂണിഫോമും ക്ലോത്തിങ്ങും ഒക്കെ ധരിക്കുക. ഓക്കെ, നമ്മൾ എന്നാലേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഡ്രസ്സ് തയ്പ്പിച്ചു, പുതിയ ചുരിദാർ തയ്പ്പിച്ചു, അത് ഭയങ്കര ലൂസ് ആയെങ്കിൽ നമുക്ക് അത്ര ഇതാവോ? ഡ്രസ്സിങ്ങിൽ നമ്മൾ അധികം കോൺഫിഡൻസ് ആവോ? ഒരു കോൺഫിഡൻസ് ഉണ്ട്, അപ്പൊ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോകും ഇല്ലേ? ലൂസ് ആണെങ്കിൽ ഷേപ്പ് ചെയ്യില്ലേ? ഇനി ഒരുപാട് ടൈറ്റ് ആണെങ്കിലോ, നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിലോ അത് നമുക്ക് ആപ്റ്റ് അല്ല. അപ്പൊ എന്താ, നമ്മുടെ ജോലിക്കുള്ള അനുസരിച്ചുള്ള യൂണിഫോംസ് അല്ലെങ്കിൽ ക്ലോത്ത്സിംഗ് ഒക്കെ ധരിക്കുക. ആ ക്ലോത്ത് ഒക്കെ ധരിക്കുക. അത് അധികം ടൈറ്റ് ആവാനോ അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനോ പാടില്ല. പിന്നെ നോക്കിയേ, ജ്വല്ലറി ആൻഡ് ഹൈ ഹീൽഡ് ഫുട്വെയർ മേ ബി ഡേഞ്ചറസ്. ജ്വല്ലറി, ഓർണമെന്റ്സ്, കുറെ മാലയും ഇവിടെ തൊട്ട് ഇവിടെ വരെ മാലയും, ഒരു 10 മാലയും കിട്ടോണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? പ്രത്യേകം ഹോസ്പിറ്റലിന്റെ അവർക്കിടെയൊക്കെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു മാല, ഒരു ചെറിയ കമ്മല കേസുകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഫീൽഡിലും അവർക്കിടെ ചോദിക്കനുസരിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ജ്വല്ലറികളും ജ്വല്ലറി ഓർണമെന്റ്സും അതുപോലെ തന്നെ ഹൈ ഹീൽഡ് ഫുട്വെയർ ഒക്കെ ഡേഞ്ചറസ് ആണ്. ഇവിടെ ഹൈ ഹീൽഡ് ഫുട്വെയർ യൂസ് ചെയ്യണവരുണ്ടോ? ഹൈ ഹീൽഡ് ഫുട്വെയർ ഉണ്ടോ? ജാസ്മിൻ യൂസ് ചെയ്യോ? ഹീലുള്ളതാണോ യൂസ് ചെയ്യണേ? വെറുതെ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, വെച്ചാ നമ്മൾ അങ്ങനെയുള്ള ഹൈ ഹീൽഡ് ഫുട്വെയർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ സ്കിപ്പ് ആവാനോ ഒക്കെ നമ്മൾ വീടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സാധാരണ രീതിയിലുള്ള അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. വെച്ചാൽ ഹൈ ഹീൽഡ് ആകുമ്പോൾ നമ്മുടെ ഒരു ഭാഗം ചുറ്റി മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും അല്ലെ. അപ്പൊ അത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിസ്കുകൾ സ്കിഡ് ആയി പോവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ സേഫ്റ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. സേഫ്റ്റി മെഷേഴ്സ് ആണ്, ജനറൽ സേഫ്റ്റിയിൽ വരുന്ന പോയിന്റ്സുകളാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാക്ക് നോട്ട് റൺ എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് ഡെലിക്കേറ്റ് ബ്രേക്കബിൾ ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ്. നോക്കിയേ, വാക്ക് നടക്കുക, നോട്ട് റൺ ഓടരുതെന്ന്. എങ്ങനെയാ? എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് ഡെലിക്കേറ്റ് ബ്രേക്കബിൾ ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ്. പോകുന്നത് അതുപോലെ തന്നെ അതിലോലം ഡെലിക്കേറ്റ് ആയിട്ട് ബ്രേക്കാവുന്ന പോലെ അതിലോലമായിട്ടുള്ളത് ബ്രേക്കബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഓടരുതെന്ന്. അതൊക്കെ സൂക്ഷിച്ച് നടന്നു പോകണം. ഓടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അത് ബ്രേക്കബിൾ ആണ്. താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബ്രേക്കബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് നമ്മൾ ഓടരുത്. എന്ത് ചെയ്യണം? നടത്തുക. Next point, if you see foreign material, loose wire, oil spill, etc. on the floor, that may be the cause of an accident. If you see the foreign materials, എന്തെങ്കിലും താഴെ നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും പദാർത്ഥങ്ങളാ, അതുപോലെ തന്നെ ലൂസ് വയറൊക്കെ ലൂസ് ആയി കിടക്കോ, അതുപോലെ ഓയിലൊക്കെ വീണ് സ്പിറ്റ് ചെയ്ത് കൂടിക്കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആക്സിഡന്റിന് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നടന്നു പോകുമ്പോൾ ഒരു വയർ അവിടെ നമ്മുടെ ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ട്, അതിൽ തട്ടി നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഓയിലൊക്കെ തറയിൽ വീണിട്ടുണ്ടെങ്കിൽ അതില് നമുക്ക് സ്കിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ള കളിപ്പാട്ടങ്ങൾ ഫോറിൻ മെറ്റീരിയൽസിൽ അതിനകത്ത് ടോയ്സ് ഒക്കെ വരാം. പിള്ളേര് കളിച്ചിട്ടൊക്കെ ടോയ്സ് ഒക്കെ വെറുതെ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നിരത്തിയിട്ടേക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അതിന് തട്ടിയൊക്കെ നമ്മൾ വീഴാനുള്ള ചാൻസ് അല്ല. അപ്പൊ അത് ഇതൊക്കെ ആക്സിഡൻസിന് കാരണമായിട്ടുള്ള കാര്യങ്ങളായി പറഞ്ഞേക്കും. ആക്സിഡന്റിന് കാരണമാകും. If you see foreign materials, loose wires, oil spill, etc. on the floor, that may be the cause of an accident. Accident കാരണമാകാം. നെക്സ്റ്റ് നോക്കിയ പ്രാക്ടിക്കൽ ജോബ്സ്. ചിലര് ഇങ്ങനെ എന്താ ചില തമാശകൾ കാണിക്കും. പ്രാക്ടിക്കൽ ജോബ്സ്. Do not indulge in practical jobs involving fire. തീയെടുത്ത് നമ്മൾ പിള്ളേരോടൊക്കെ പറയും തീയിൽ കളിക്കരുത് അല്ലെ. ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജോബ്സിൽ കളികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. ആൻഡ് അതർ പൊട്ടൻഷ്യലി ഹസാർഡസ് തിങ്സ്, ഡേഞ്ചർ അപകടകരമായിട്ടുള്ള സാധനങ്ങൾ, ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ എന്നിവയൊക്കെ ആയിട്ട് പ്രാക്ടിക്കൽ ജോബ്സിൽ ഏർപ്പെടരുത്. നെക്സ്റ്റ് വാണിംഗ് ബോർഡ്സുകൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. വാണിംഗ് ബോർഡുകൾ എക്സ്റേയിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, വാണിംഗ് ബോർഡുകൾ, വാണിംഗ് സയൻസുകള് വെക്കുന്ന എക്സ്റേ റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ ഹൈ റേഡിയേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ നടക്കുന്ന ഏരിയ ആണെന്ന് കാണിക്കാനുള്ള ബോർഡുകൾ. അതുപോലെ ഹോസ്പിറ്റൽസിൽ ഓരോ ബോർഡുകൾ ഉണ്ട് നമ്മൾ വാൺ ചെയ്യാനായിട്ടുള്ളത്. അപകട ഡേഞ്ചറസ് സോൺ, അപ്പൊ അതിൽ അങ്ങോട്ട് നിങ്ങൾ പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ. അതിനൊക്കെ നമ്മൾ എന്താ ശ്രദ്ധ കൊടുക്കുക. പേ അറ്റൻഷൻ ടു ഓൾ വാണിംഗ് ബോർഡ്സ്. ഇത് മാത്രമല്ല എല്ലാ വാണിംഗ് ബോർഡ്സുകളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുക. These signs warn you about the dangers and hazards that may cause injury or harm. നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷ കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അത് മുക്തരാക്കും അല്ലെ. അങ്ങനെ അപകടം പറ്റാം. ബോർഡ് വാങ്ങിച്ച് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പോകില്ല അല്ലെ. പോകാൻ പാടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് ആ റിസ്ക് ഒഴിവാക്കും. നമ്മൾ വാണിംഗ് ബോർഡുകൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. പേ അറ്റൻഷൻ ടു ഓൾ വാണിംഗ് ബോർഡ്സ്. These signs warn you about the danger. ഈ സൈനിൽ എന്തിനെ നമുക്ക് വാൺ ചെയ്യുന്നു? Dangerous and hazardous that may cause injury or harm. ഇത് എന്തിനാ എന്തെങ്കിലും നമുക്ക് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഹാമൊക്കെ ദോഷാകുന്നുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു അത് വരാതെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് വർക്ക് പ്രൊസീജിയർ. ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ. നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ വർക്ക് പ്രൊസീജിയറിൽ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. വർക്ക് പ്രൊസീജിയർ ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി പ്രാക്ടീസ് അറ്റ് വർക്ക്. നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെമിലിയർ ആയിരിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് വർക്ക് അതുകൂടി ആ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രാക്ടീസുകളാണ് ചെയ്യേണ്ടത് അതുകൂടി അതിനകത്ത് ഉൾപ്പെടുക. ലാബില് ഒക്കെ നമ്മൾ റൂമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ധരിക്കുക, പിന്നെ ഐലിട്ട്, പിന്നെ അതുപോലെ തന്നെ ഗൗണുകൾ ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഏതാണോ നമുക്ക് വർക്ക് അവിടെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് എടുക്കാം അതൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ അവിടെ ജോലി മാത്രം പരിചയപ്പെട്ടാൽ പോരാ, എന്താണ് നമ്മുടെ വർക്ക് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവിടെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അത് ഫെമിലിയർ ആയിരിക്കണം. നെക്സ്റ്റ്, ഹാൻഡ് റെയിൽസ് ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. ഹാൻഡ് റെയിൽസ് ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർവേ ഓർ റാംപ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ. നമ്മള് ഏതാണ് സ്റ്റെയർവേ അല്ലെങ്കിൽ റാമ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹാൻഡ് റെയിലുകൾ യൂസ് ചെയ്യാം. ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് റെയിൽസ് പിടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ വീഴാനുള്ള ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റെയർവേ റാംസ്, ചെരിഞ്ഞ റാംസിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകൾ യൂസ് ചെയ്യാം. നമുക്ക് അപകടം അതിൽ നിന്ന് ഒഴിവാക്കാം അല്ലെ. മുകളിലൊക്കെ കയറുമ്പോ നിങ്ങളൊക്കെ മുകളിലൊക്കെ കയറുമ്പോ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാറുണ്ടോ? മുകളിലൊക്കെ എന്തെങ്കിലും നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് തുണി ഇടാനൊക്കെ ആണെങ്കിലും മുകളിലേക്കൊക്കെ കയറുമ്പോ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യാറുണ്ടോ? അതോ നേരെ ഹാൻഡ് റെയിൽ ഒന്നും പിടിക്കാതെ ഓടിച്ചാടി കയറുമോ?
ാണ് പോടുന്നേ തുഷാര ഇത് പറഞ്ഞേക്കാം. അതെ മിസ്, ഏ ഹാൻഡ് റെയിൽ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞേ. അതെ. ആ ഓക്കെ. അപ്പൊ ഹാൻഡ് റെയിൽസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു അപകടം അവിടെ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ഓവർ ഹെഡ് ഒബ്ജക്ട്സ് നോക്കിയേ. ഓവർ ഹെഡ് ഒബ്ജക്ട്സ് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഒബ്ജക്ട്സുകൾ മുകളിലിരിക്കുന്ന ഒബ്ജക്ട്സ് ഒക്കെ എന്തെങ്കിലും നമ്മൾ എടുക്കണമെങ്കിൽ എങ്ങനെയാ നോക്കിയേ. when you try to take an object overhead object always use a good ladder. എന്ത് നമുക്ക് യൂസ് ചെയ്യാം? ലാഡർ യൂസ് ചെയ്യാം. നല്ല ലാഡർ യൂസ് ചെയ്യാം. do not climb on ഇവിടെ ചെയറിനാണ് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ചെയേഴ്സ് ഓർ ബോക്സസ്. ചെയർ ഒരു കസേര വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്ന് വലിഞ്ഞ് എടുക്കരുത്. അല്ലെങ്കിൽ ബോക്സിന്റെ ഒരു ബോക്സ് വലിച്ചിട്ട് അതിന്റെ മുകളിൽ ഒന്ന് കയറി എത്തി വലിഞ്ഞെടുക്കരുത്. അപ്പൊ ചെയറൊക്കെ കയറി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ചെയറൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഹാൻഡ് റെയിലുകൾ തന്നെ സോറി ലാഡർ, നല്ല ലാഡർ തന്നെ യൂസ് ചെയ്യാം. ഇപ്പൊ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ മോളിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന രണ്ട് സൈഡിലേക്കുള്ളത് മറിയില്ലാത്ത രീതിയിലുള്ള ലാഡറുകളില്ലേ വീട്ടിൽ തന്നെ ഉണ്ടാവും. കബോർഡിന്റെ മുകളിലുള്ള കബോർഡ് ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ രണ്ട് വശങ്ങളിലേക്കും വെച്ചേക്കുന്ന തരത്തിലുള്ള ലാഡറുകള് ഉണ്ടോ? ആരെങ്കിലും വീട്ടിലുണ്ടോ? ഏ ലാഡർ ഉണ്ടോ? കണ്ടിട്ടില്ല. ഉണ്ട് മിസ്, ഉണ്ടോ? ഉണ്ട്. ഇല്ല. അപ്പൊ നിങ്ങൾ മുകളിലിരിക്കുന്ന കബോർഡിന്റെ മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ വലിച്ചിടുന്നേ? ചെറുതാണ്ടാണോ? ചെറു കയറിയിട്ടാണ് എടുക്കണേ? ആർക്കൊന്നും ഇണ്ടാത്തേ? ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ നമുക്ക് ക്ലാസ് അങ്ങനെ ബോറടിക്കില്ല. വെറുതെ നിങ്ങളുടെ കാര്യങ്ങളും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ എടുക്കുന്ന അപ്പൊ മുകളിലുള്ള സാധനങ്ങളൊക്കെ ചെറുതാണ് എടുക്കണേ ആണോ ചിരു? ഓക്കെ, സൂക്ഷിച്ചൊക്കെ എടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ എപ്പോഴും പറഞ്ഞേക്കുന്നത് ഇതൊക്കെ സേഫ്റ്റി റൂൾസിൽ വരുന്ന when you try to take the object overhead object നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഒബ്ജക്ട്സുകളൊക്കെ എടുക്കണമെങ്കിൽ നല്ല ലാഡർ യൂസ് ചെയ്യുക. do not climb on chairs. ചെയേഴ്സിന്റെ മുകളിലോ ഓർ ബോക്സിന്റെ മുകളിലോ കയറി എടുക്കരുത്. വീടാൻ സേഫ് ആയിട്ടിരിക്കുക എപ്പോഴും ചെയ്യുക. സേഫ്റ്റി ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഹോസ്പിറ്റലിൽ നമുക്ക് പറയാലോ സേഫ്റ്റി റൂൾസ് ആണ്. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ റിസ്കുകൾ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത്. ഇനി ഓരോന്നിനും പ്രത്യേകം വരുന്നുണ്ട്. അപ്പൊ എയില് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിയില് സേഫ്റ്റി പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടത്, സേഫ്റ്റി ട്രാഫിക്കിലുള്ള സേഫ്റ്റി മെഷേഴ്സ് അങ്ങനെയുള്ള, പിന്നെ സേഫ്റ്റി ഏകദേശം ട്രിപ്സ് ആൻഡ് ഫോൾസ് വീഴാതെ ഒക്കെ ഉള്ള അതിനെതിരായിട്ടുള്ള സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്, ഇലക്ട്രിക് സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എക്സാമിന് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി റൂൾസ്. ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് ജസ്റ്റ് ആ പോയിന്റുകൾ ലഭിക്കാൻ പറ്റേതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ഇത് വായിച്ചു നോക്കണോ? ഇനി ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനിയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. യെസ് ടീച്ചർ, ക്ലിയർ ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ ഓരോന്നും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീ അത് വായിച്ച സമയം കളയണ്ടല്ലോ. ഇനി ആർക്കെങ്കിലും നോക്കിയേ, ജസ്റ്റ് നിങ്ങളൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ? ഏതെങ്കിലും ഫോൺസ് കിട്ടാത്തുണ്ടോ? ഒന്ന് വേഗം ഒന്ന് നോക്കാം കേട്ടോ.
ഓക്കെ, എന്നാ അടുത്ത് പറഞ്ഞോട്ടെ. Yes, teacher. നെക്സ്റ്റ് വരുന്നത് ബിയില്. അപ്പൊ ഫസ്റ്റ് ഏത് പറഞ്ഞത് ജനറൽ സേഫ്റ്റി റൂൾസ് പറഞ്ഞത്, ഇതിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സുകളാണ് പറഞ്ഞത്. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിലുള്ള സേഫ്റ്റി, പേഷ്യന്റ് സുരക്ഷിതമായിട്ട് വേണ്ടതുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എഴുതിക്കുന്ന സേഫ്റ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ തളർന്ന് കിടക്കുന്ന ആളുകള്, പിന്നെ അതുപോലെ തന്നെ ശരിക്കും മൈൻഡ് ശരിയല്ലാത്തത്, ദിശാബോധമില്ലാത്ത ആളുകള്, ഡിസോറിയന്റഡ്, ഫീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്ന ബലഹീനര്, നമ്മള് ശരിക്കും എത്തി നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് ദിശാബോധം ഇല്ലാത്തവര്, പേഷ്യൻസ് ഹു ആർ അണ്ടർ സെഡേഷൻ, പിന്നെ അതുപോലെ സെഡേഷന്റെ കീഴിൽ വരുന്നത് സെഡേഷനുള്ള പേഷ്യൻസ്, ഇവർക്ക് frequently try to get on or off the bed unaided. ഇവരെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവർക്കുള്ള സഹായം ഇല്ലാതെ ബെഡിൽ നിന്ന് ഇരിക്കാനും ഒക്കെ ശ്രമിക്കും അവര്. അപ്പൊ അവിടെ വീഴാനുള്ള ചാൻസ്. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് പിടിച്ച് കൊണ്ടുപോകണം അല്ലെ, പിടിച്ച് എനിപ്പിക്കോ ഒക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവര് ബെഡിൽ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. Try to make the patient understand that they require assistance. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആ പേഷ്യൻസിനെ മനസ്സിലാക്കിക്കണം, they require assistance. നിങ്ങൾക്ക് തന്നെ ഇരിക്കാൻ പറ്റില്ല, സഹായം ഇല്ലാതെ, അസിസ്റ്റൻസ് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് അത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഓക്കെ, അതാണ് നോക്കിയേ. പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. ബെഡിൽ നിന്ന് ഫോൾ ചെയ്യുന്നത് തടയണം. ഫീബിൾ, ഡിസോറിയന്റഡ് ആൻഡ് ഡിസോറിയന്റഡ് ആൻഡ് പേഷ്യൻസ് ഹു ആർ അണ്ടർ സെഡേഷൻ. അണ്ടർ സെഡേഷനിലുള്ളവര്, തളർന്നെടുക്കുന്ന ആളുകളൊക്കെ ബെഡിൽ നിന്ന് വീഴാതെ ശ്രദ്ധിക്കണം. ഫ്രീക്വന്റ്ലി ട്രൈ ടു ഗെറ്റ് ഓർ ഓഫ് ദ ബെഡ് അൺഎയ്ഡഡ്. അവരെന്ത് ചെയ്യുന്നു, ഈ ബെഡിൽ നിന്ന് സഹായം ഒന്നും ഇല്ലാതെ എനിക്കാനൊക്കെ ശ്രമിക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം, ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദേ റിക്വയർ അസിസ്റ്റൻസ്. അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണ് എന്നുള്ള കാര്യം പേഷ്യന്റിനെ മനസ്സിലാക്കിക്കണം. നെക്സ്റ്റ് പോയിന്റ് വരുന്ന പേഷ്യൻസ് ബിലോങ്ങിങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്ത് റീച്ച്. പിന്നെ അടുത്ത പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് അവർക്കിടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ വെക്കുക. ഓക്കെ, പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്ത് റീച്ച്. അപ്പൊ അവര് ഇപ്പൊ നമ്മുടെ ബെഡ്, അതിന്റെ അടുത്ത് തന്നെ ഒരു ഷെൽഫ് ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ അവര് ഏറ്റി വലിഞ്ഞൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴും അവരെന്താ ബെഡിൽ നിന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പേഷ്യൻസിന്റെ സാധനങ്ങള്, അവർക്ക് അവരുടെ സാധനങ്ങള് എന്ത് ചെയ്യാം, കൈ എത്തുന്ന ദൂരത്ത് തന്നെ, അവർക്ക് കൈ എത്തിച്ചെടുക്കാവുന്ന ദൂരത്തിൽ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എത്തൂല്ലെങ്കിൽ അവരിങ്ങനെ ബെഡിൽ നിന്ന് തന്നെ ഇങ്ങനെ വലിഞ്ഞ് കൈയൊക്കെ എത്തിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പേഷ്യൻസിന്റെ സാധനങ്ങളോ ഒക്കെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ അവരോട് ചേർത്ത് തന്നെ ഇരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നഴ്സസ് ബോൾബൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. നോക്കിയേ, പേഷ്യൻസിനോട് നേഴ്സ് ബോൾബെല്ലുകൾ യൂസ് ചെയ്യാൻ പറയണം. പേഷ്യൻസ് അപ്പൊ ഈ പേഷ്യൻസിന് ബെഡ് പാൻ, അതുപോലെ യൂറിൻ ഒക്കെ ചെയ്യണമെങ്കിലോ ബെഡിൽ നിന്നൊക്കെ ഇരിക്കാനോ ഒക്കെ ആണെങ്കിലും എന്താണ്, ആ കോൾ ബെല്ലുകള് യൂസ് ചെയ്യാൻ പറയണം. എല്ലാ പേഷ്യൻസിന്റെ ബെഡിന്റെ അവിടെ തന്നെ ഉണ്ടായിരിക്കില്ലേ നഴ്സ് കോൾ ബെല്ല്. അപ്പൊ നമ്മള് എനിക്ക് പോയി നഴ്സിനെ വിളിക്കേണ്ട, നഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കോൾ ബെല്ല് ചെക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്താൽ ആ നഴ്സിംഗ് ഡ്യൂട്ടി റൂമിന്ന് നഴ്സ് വരും, എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. ഇപ്പൊ തീരെ വയ്യാതെ കിടക്കുന്ന പേഷ്യൻസ്, അവർക്ക് ഒരാള് ബൈക്ക് സ്റ്റാൻഡറായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ അയാൾക്ക് തന്നെ പിടിച്ച് ഏൽപ്പിക്കാനൊക്കെ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ തന്നെ നഴ്സ് കോൾ ബെല്ല് വിളിക്കുക, നഴ്സ് വരെ അവർക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബെഡ് പാൻ എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, യൂറിനല്ല, ഈ നമ്മുടെ ടോയ്ലറ്റിൽ പോകാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അത് യൂറിനല് വേറെ. അപ്പൊ അങ്ങനെയുള്ളത് യൂസ് ചെയ്യാൻ പറയണം. പിന്നെ അതുപോലെ തന്നെ നേഴ്സ് കോൾ ബെല്ലുകള് പേഷ്യന്റിനോട് യൂസ് ചെയ്യാൻ പറയണം. അപ്പൊ കുറച്ച് അപകടമൊക്കെ ഒഴിവാക്കാം.
പേഷ്യന്റ് തന്നെ എണീറ്റ് പോകുന്നതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അടുത്ത നെക്സ്റ്റ് ആണ് ബെഡ് റെയിലുകൾ. ബെഡ് റെയിൽസ് യൂസ് ബെഡ് റെയിൽസ് ഓൺ ബോത്ത് സൈഡ്. പിന്നെ ഇതുപോലെ തന്നെ തളർന്നെടുക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് പ്രത്യേക തരത്തിലുള്ള നടക്കാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ പ്രത്യേക തരത്തിലുള്ള ബെഡാണ് യൂസ് ചെയ്തത്. ബെഡ് റെയിലുകൾ ഉണ്ടാവും. ആ ബെഡിന്റെ സൈഡിൽ കമ്പി പോലെ ഇങ്ങനെ ബെഡ് റെയിലുകളില്ലേ, കൈപ്പിടി, ബെഡിന്റെ കൈപ്പിടി, ബെഡിന് ചുറ്റും ഇങ്ങനെ എന്താ അവര് ഇങ്ങനെ മറിഞ്ഞു വീഴാത്ത രീതിയിലൊക്കെ ഉള്ള ഹാൻഡ് റെയിൽസുകൾ ഉണ്ടാവും. ഈ ബെഡ് റെയിലുകൾ, ബെഡ് റെയിൽ എന്നാ പറയുന്നത്. ഓൺ ബോത്ത് സൈഡ്സ്, ആ രണ്ട് സൈഡിലും ഉള്ള ബെഡ് റെയിലുകൾ യൂസ് ചെയ്യുക. അവർ വീഴൂലല്ലോ, പതുക്കെ എനിക്കണെങ്കിലോ ഒക്കെ അതിനകത്ത് തന്നെ പിടിച്ച് എനിക്കൊക്കെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നല്ല ഓർമ്മയൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുകയൊക്കെ ആണെങ്കിലും താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ബെഡ് റെയിൽ ഉണ്ടെങ്കിൽ വീഴില്ല, അതിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തന്നെ അത് അവരവിടെ കിടക്കാൻ ബെഡ് റെയിലുകൾ യൂസ് ചെയ്യണം. പിന്നെ അടുത്തത് മെഡിക്കേഷൻസ്, മരുന്നുകൾ. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് ദ മെഡിക്കേഷൻ. മരുന്നുകൾ ചെക്ക് ചെയ്യണം, വീണ്ടും ചെക്ക് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യണം. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻ റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷൻ, അതിന്റെ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ഇൻസ്ട്രക്ഷൻ, ലേബൽസ്, പേഷ്യന്റ് ഐഡന്റിറ്റി. പിന്നെ അതുപോലെ ഓരോ പേഷ്യന്റിന്റെയും നമ്മൾ ആ മരുന്ന് മരുന്ന് കൊടുക്കണേൽ പേഷ്യന്റിന്റെ പേരുണ്ടാവില്ലേ, പേഷ്യന്റിന്റെ പേരുണ്ടാവില്ല ആ സ്ലിപ്പില്, ആ കവറില് പേഷ്യന്റിന്റെ പേര് എഴുതും. എന്നിട്ടാണ് അവിടെ എത്ര വീതമാണ് കഴിക്കേണ്ടത് അല്ലെ. ഫുഡിന് മുമ്പാണോ ഫുഡിന് ശേഷമാണോ കഴിക്കേണ്ടത്, എത്ര ടൈംസ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിന് മുകളിൽ പേഷ്യന്റിന്റെ പേരുണ്ടാവില്ലേ, ഉണ്ടാവോ? മെഡിസിൻ ഒന്നും ആരും കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലേ? അപ്പൊ അതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പറയുന്ന കാര്യങ്ങള് നമ്മളത് യൂസ് ചെയ്യണതാണെങ്കിൽ അതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ഒന്ന് എന്താ കൺഫേം ചെയ്യാലോ. അപ്പൊ എന്താ പറയാ, ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് ദ മെഡിക്കേഷൻ. നമ്മൾ വെറുതെ മരുന്നൊന്നും എടുത്ത് കഴിക്കരുത്, അത് ചെക്ക് ചെയ്യുക, വീണ്ടും ഡബിൾ ചെക്ക് ചെയ്യുക. റിലേറ്റിംഗ് അതുമായി ഇൻസ്ട്രക്ഷൻ ശരിയല്ലേ, അത് പറഞ്ഞത് അതുപോലെ തന്നെയല്ലേ കഴിക്കേണ്ടത്, അതൊക്കെ വെച്ചിട്ട് ലേബൽസ്, പേഷ്യന്റ് ഐഡന്റിറ്റി, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, വീണ്ടും ചെക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 നേരം കഴിക്കേണ്ടത് നമ്മൾ നോക്കാതെ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് ആണ് ലേബലിംഗ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ലേബൽ ചെയ്യണം. ഇപ്പൊ നമുക്ക് പ്രായമായവർക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അവിടെ പ്രത്യേക ലേബൽ ചെയ്ത് വെക്കൂലേ, അവിടെ ഇന്ന മരുന്നാണ്. അവർക്ക് ഇതിപ്പോ ചെറിയ ഇതായിട്ട് എഴുതിയേക്കൊന്നും വായിച്ച് മനസ്സിലാക്കി ഒന്നും മരുന്ന് എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ നമ്മളിപ്പോ ബോട്ടിൽസ് ആണെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴാണെങ്കിലും അതിൽ ലേബിൾ ചെയ്തിട്ടുണ്ട് എന്ത് മരുന്നാണെന്നുള്ള കാര്യമൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലേബലിങ് നമ്മൾ നോക്കണം. ലേബലിങ് നോക്കിയ ശേഷമാണ് അതൊക്കെ ഏതാണെന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമൊക്കെ കഴിക്കുക. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ലേബിൾ ചെയ്യുക. പിന്നെ കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. അടുത്തൊരു കാര്യമാണ് മെഡിസിൻ സപ്ലൈ ലോക്കാക്കി വെക്കണം. എന്താ അർത്ഥമാക്കുന്നത്? ഇപ്പൊ പ്രായമായവരൊക്കെ അങ്ങനത്തെ കാര്യമൊക്കെയാണ് കുറെ പറയുന്നത്. വെച്ചാൽ അവരൊക്കെ എന്ന് വെച്ചാൽ മെഡിസിൻസ് ഒക്കെ എടുത്ത് കഴിക്കും തന്നെ. അപ്പൊ ചിലപ്പോ അവര് കഴിച്ചതായിരിക്കും ചിലപ്പോ പിന്നെയും കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ ലോക്ക് ചെയ്ത് വെക്കണം. മെഡിസിൻ സപ്ലൈ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അവർക്ക് നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കണം. Keep the medicine supply locked. Next നോക്കിയേ, keep a warning signs against toxic substance. വാണിങ്ങുകൾ, അതുപോലെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, സബ്സ്റ്റൻസിന് വാണിംഗ് ഉണ്ടാവും. ഇത് എടുക്കരുത്, അത് ഇത് അപകടകരമാണ് എന്നുള്ളൊരു വാണിംഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കീപ്പ് ചെയ്യുക. കീപ്പ് വാണിംഗ് സൈൻസ് എഗൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. വിഷകരമായിട്ടുള്ള സബ്സ്റ്റൻസിനെതിരായിട്ടുള്ള അത് നമ്മൾ അറിയിക്കാൻ, അതിനെ കുറിച്ച് ഒരു അവയർനെസ് തരാനുള്ള വാർണിംഗ് സൈനുകൾ അല്ലെങ്കിൽ വാർണിംഗ്സ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക. ഇത്രയൊക്കെ ഏതാണ് സെക്കൻഡ് പേഷ്യന്റ് കെയറിൽ വരുന്നതാണ്. പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിസ്കിൽ നിന്ന് പേഷ്യൻസ് ഒക്കെ ഫ്രീ ആവാൻ പറ്റും. ഇത് റിസ്ക് ബേണുകൾ വരാതിരിക്കട്ടെ. പേഷ്യന്റ് കെയറിന് വേണ്ടി
ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? prevent falling from ബെഡിൽ നിന്ന് ഫോൾ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക അല്ലെ. സെഡേഷനിലൊക്കെ വരുന്നവര്, പിന്നെ ഫീബിൾ ബലഹീനർ ആയിട്ടുള്ളവര്, ഡിസോറിയന്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അവരൊക്കെ ബെഡിൽ നിന്ന് വീഴുന്നത് പ്രിവെന്റ് ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. ഫ്രീക്വന്റ്ലി ട്രൈ ടു ഗെറ്റ് ഓൺ ഓർ ഓഫ് ദ ബെഡ് unneeded. Try to make the patient understand and they require assistance. അപ്പൊ എന്താ വെച്ചാൽ ഈ സഹായം ഇല്ലാതെ നമ്മൾ ബെഡിന് പേഷ്യൻസ് ഇരിക്കാൻ അനുവദിക്കരുത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഒറ്റയ്ക്ക് എണിക്കാനൊന്നും അവരെ അനുവദിക്കരുത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ? പേഷ്യൻസിന്റെ സാധനങ്ങൾ എപ്പോഴും അവരുടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ കീപ്പ് ചെയ്യുക. ഏങ്ങി വലിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ വീണ് അപകടമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ആസ്ക് ദ പേഷ്യൻസിനോട് നേഴ്സിനെയൊക്കെ വിളിക്കണമെങ്കിൽ ഓൾവെൽ യൂസ് ചെയ്യാനായിട്ട് അവരോട് പറയണം. പിന്നെ അതുപോലെ തന്നെ ബെഡ്, നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ ആ രണ്ട് സൈഡിലുള്ള ബെഡ് റെയിൽസുകൾ യൂസ് ചെയ്യാൻ പറയണം. പിന്നെ അടുത്ത മെഡിക്കേഷൻസ് മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസും അങ്ങനത്തെ പേഷ്യന്റ് ഐഡന്റിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമൊക്കെ മാത്രം മരുന്നുകളൊക്കെ ഉപയോഗിക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് ലേബലിംഗ്. എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ഒക്കെ ലേബൽ ചെയ്യണം. പിന്നെ കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. മെഡിസിനൊക്കെ തുറന്ന് ഇങ്ങനെ വെക്കാനായിട്ട് അനുവദിക്കരുത്. എല്ലാം ലോക്ക് ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ മരുന്നുകൾ എടുത്ത് കഴിക്കാം. ചിലപ്പോൾ അവർ ഓർമ്മയില്ലാതെ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് വീണ്ടും കഴിക്കും. അല്ലെങ്കിൽ അവർ 2 നേരം കഴിക്കുന്നത് വേണമെങ്കിൽ 3 നേരമൊക്കെ കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ സപ്ലൈ ഒക്കെ നല്ല സെക്യൂർ ആയിട്ട് ലോക്ക് ചെയ്ത് തന്നെ വെക്കണം. പിന്നെ അടുത്തതാണ് വാർണിംഗ് സൈനുകൾ. വാർണിംഗ്സും വാർണിംഗ് സൈൻസ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണെങ്കിൽ അതിനുള്ള ആ വാർണിംഗ് സൈനുകളൊക്കെ നമ്മൾ നോക്കുക. വാർണിംഗ് സൈൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡേഞ്ചറസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ കീപ്പ് ചെയ്യുക. ഓക്കെ, പേഷ്യന്റ് സേഫ്റ്റിക്ക് ഇത്രയും മതിയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒടുവിൽ 3ലേക്ക് വന്നപ്പോ ഈ ചാപ്റ്റർ സിമ്പിൾ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. പിന്നെ അതിപ്പോ സേഫ്റ്റി ഇൻ പേഷ്യൻസ് കെയറിൽ വരുന്ന സേഫ്റ്റി എന്തൊക്കെയാണ്, അതിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് അതിന്റെ കീഴിൽ വരുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് വായിച്ചറിയാലോ. വായിച്ചു നോക്കിയത് പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണോ എന്നുള്ളത് നമുക്ക് അറിയാം. അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.